വണ്ടിപ്പെരിയാർ മ്ലാമല ഫാത്തിമ സ്കൂൾ ലീഗൽ സർവീസ് ക്ലബ്ബ് വാർഷിക സമ്മേളനവും സ്കൂൾ വിദ്യാർത്ഥികളുടെ നിവേദനത്തിന്റെ ഫലമായി മ്ലാമല ശാന്തിപ്പാലം നൂറടിപ്പാലം നിർമ്മാണത്തിനായി ഇടപെട്ട ജഡ്ജിമാർ, ജനപ്രതിനിധികൾ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, മുൻകൈയെടുത്ത വിദ്യാർത്ഥികൾ എന്നിവർക്കുള്ള അനുമോദന യോഗവും മ്ലാമല ഫാത്തിമ മാത ദേവാലയ പാരിഷ് ഹാളിൽ വെച്ച് നടന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോഫർ ഫർണിച്ചർ, ഓപ്പോസിറ്റ് KSRTC ഡിപ്പോ, വെള്ളയാംകുടി, കട്ടപ്പന. രണ്ട് പ്രളയങ്ങളിൽ തകർന്ന വണ്ടിപ്പെരിയാർ മ്ലാമല ശാന്തിപ്പാലവും നൂറടിപ്പാലവും ഒരു നാടിന്റെ യാത്രാമാർഗത്തെ തന്നെ പ്രതിസന്ധിയിലാഴ്ത്തിയതോടെ തങ്ങളുടെ പഠനത്തെയും ബാധിക്കുകയും ചെയ്തതോടുകൂടിയാണ് മ്ലാമല ഫാത്തിമ സ്കൂളിലെ 5 വിദ്യാർത്ഥികൾ അധ്യാപകരുടെയും PTA സഹകരണത്തോടെ ആദ്യ പ്രളയത്തിൽ തകർന്ന ശാന്തിപ്പാലം യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ രാഷ്ട്രപിതാവിനുള്ള അപേക്ഷയായി ഒരു കത്തയച്ചത്. തുടർന്ന് തങ്ങളുടെ സ്കൂളിൽ എത്തിയുള്ള പഠനമാർഗത്തിന് തടസ്സമായി ശാന്തിപ്പാലം നിർമ്മാണം വൈകിയതോടുകൂടി പീരുമേട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് നേരിട്ട് കത്തയക്കുകയുമായിരുന്നു. ചെറുതായെങ്കിലും ഞങ്ങൾക്കും പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഇനിയും ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടുത്തെ റോഡുകളും ആശുപത്രി, വിദ്യാഭ്യാസം, ഒരുപാട് കാര്യങ്ങളിലും ഇതിന് വേണ്ട അധികാരികൾ ആവശ്യമായ കാര്യങ്ങളും നിർദ്ദേശങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ ആദ്യം 2018 പ്രളയത്തിലും 19-ലും തുടർന്ന് 19-നും പാലങ്ങൾ തകരുകയുണ്ടായിരുന്നു. പിന്നെ ജനപ്രതിനിധികളുടെ ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിച്ചതെങ്കിലും ഞങ്ങൾക്കൊന്നും നടന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ 2020 ഒരു ഗാന്ധി ജയന്തി ദിനത്തിൽ ഹൈക്കോടതി ജഡ്ജിമാർക്ക് കത്തെഴുതുകയും അതിന് തുടർന്നുണ്ടായ വികസന അദാലത്തിലും ഹൈക്കോടതി വ്യവഹാരങ്ങളുടെയൊക്കെ ഫലമായാണ് ഞങ്ങൾക്ക് ഈ പാലം ലഭിച്ചത്. മ്ലാമലക്കാർക്ക് സ്വപ്നതുല്യമായി ഈ പാലം ലഭിക്കുന്നതിന് കാരണക്കാരായ എല്ലാ ജഡ്ജിമാർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ശാന്തിപ്പാലം നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇതിനിടയിലാണ് കഴിഞ്ഞ പ്രളയത്തിൽ നൂറടിപ്പാലവും തകർന്നത്. ഇതിനോടനുബന്ധമായി നൂറടിപ്പാലവും പുനർനിർമ്മിക്കണമെന്ന വിദ്യാർത്ഥികളുടെ നിർദ്ദേശപ്രകാരം ഈ പാലവും പുനർനിർമ്മിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ ഒരു നാടിന്റെ ആവശ്യ സഞ്ചാരമാർഗത്തിന് പരിഹാരം കാണുവാനിടയാക്കിയ മാർഗനിർദ്ദേശികളെയും ഇതിന് മുൻകൈയെടുത്ത വിദ്യാർത്ഥികളെയും ആദരിക്കൽ ചടങ്ങാണ് മ്ലാമല ഫാത്തിമ സ്കൂൾ ലീഗൽ സർവീസ് ക്ലബിന്റെ വാർഷികത്തോട് അനുബന്ധിച്ച് നടത്തപ്പെട്ടത്. മ്ലാമല ഫാത്തിമ ദേവാലയ പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ കാഞ്ഞിരപ്പള്ളി രൂപത മെത്രാൻ മാർ ജോസ് പുളിക്കൽ അധ്യക്ഷനായിരുന്നു. സ്കൂൾ ലീഗൽ ക്ലബ്ബ് പ്രസിഡന്റ് ലിനോ ലാലിച്ചൻ സ്വാഗതം ആശംസിച്ച സ്കൂൾ ലീഗൽ ക്ലബ്ബ് വാർഷികവും ആദരിക്കൽ ചടങ്ങും പീരുമേട് MLA ബാഴു സോമൻ ഉദ്ഘാടനം ചെയ്തു. ഈ പാലം യാഥാർത്ഥ്യമാകുവാൻ ഒരു നിമിത്തമായ 5 വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം നല്ലൊരു കൈയോ. അതേപോലെ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായ ഇത് സ്പീഡി ഇംപ്ലിമെന്റേഷന് വേണ്ടി ഒരു നിർദ്ദേശം കൊടുത്ത ജഡ്ജിമാരെ അഭിനന്ദിക്കുകയാണ്. അതിന് വേണ്ടി അക്ഷീണം പരിശ്രമിച്ച ലീഗൽ സർവീസ് സൊസൈറ്റിക്കും എന്നെ അഭിനന്ദനം അറിയിക്കണം. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, ജസ്റ്റിസ് KT നിസാർ അഹമ്മദ് തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി. ഒരുപാട് പരിപാടികൾ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ ഒരു നാട്ടുകാർ ഇനി അതല്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്കൂള് മാനേജ്മെന്റ് ഒത്തുചേർന്ന് ഒരു ദിവസം കണ്ടെത്തി ഒരു നാടിന്റെ സ്വപ്ന സാക്ഷാത്കാരം അത് യാഥാർത്ഥ്യമായതിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു വ്യത്യസ്തമായ ചടങ്ങാണ്. തീർച്ചയായും അത് അങ്ങേയറ്റം മഹത്തരമാണ്. ഇവിടെ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ദീർഘമായ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്നിരുന്നാലും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ശാന്തിപ്പാലം തന്നെയാണ്. ഈ ശാന്തിപ്പാലം ഇന്നിപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴികാട്ടിയായി മാറിയിട്ടുണ്ട്. വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഒറ്റക്കെട്ടായി ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തിയെടുക്കാൻ പറ്റുമെന്ന് തെളിയിക്കപ്പെടുകയും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഒരുമിച്ച് നിന്നാൽ ലോകത്തൊരു ശക്തിയും നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതിന്റെ തെളിവുമായി ഒരു സ്മാരകമായി ശാന്തിപാലം ഇന്ന് തലയുയർത്തി നൽകിയാണ്. സ്പെഷ്യൽ ജഡ്ജ് ദിനേശ് M. പിള്ളൈ മുഖ്യാതിഥിയായിരുന്നു. സബ് ജഡ്ജ് അരവിന്ദ് B. എടയോടി, ഫാദർ മാത്യു ചെറുതാനിക്കൽ, TLC പീരുമേട് പാനൽ അഡ്വക്കേറ്റ് M. സുരേഷ്,
PLV സുനിൽ ജോണി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. തങ്ങളുടെ ശ്രമഫലമായി നിർമ്മാണം പൂർത്തീകരിച്ച ശാന്തിപ്പാലത്തിന് നീതിപ്പാലം എന്ന് നാമകരണം നൽകണമെന്നും വിദ്യാർത്ഥികൾ ചടങ്ങിൽ അഭ്യർത്ഥിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഗോഫറിൽ വമ്പൻ ഓഫറിൽ വമ്പൻ ഓണം. ഈ ഓണത്തിന് ഗോഫർ ഫർണിച്ചറിൽ നിന്നും 50% വിലക്കുറവിൽ ഫർണിച്ചറുകൾ വാങ്ങാം. 100-ൽ പരം ഡിസൈൻസിലുള്ള സോഫ സെറ്റുകൾ, വിവിധ തരത്തിലുള്ള ഓഫീസ് ഫർണിച്ചറുകൾ, വെറൈറ്റി കളേഴ്സിലും ഡിസൈൻസിലുമുള്ള വാർഡ്രോബുകൾ, ബെഡ്റൂം സെറ്റ് പ്ലസ് കട്ടിൽ പ്ലസ് 3 ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ, ബെഡ് സൈഡ് ബോക്സ് ബെഡ്റൂം സെറ്റ് പാക്കേജുകൾ 23,999 മുതൽ ആരംഭിക്കുന്നു. നിങ്ങളുടെ പഴയ ഫർണിച്ചർ മാറ്റി പുതിയ ഫർണിച്ചർ വാങ്ങാൻ എക്സ്ചേഞ്ച് ഓഫർ. എയറോഫിറ്റ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സിന് 40% വരെ വിലക്കുറവും. ഈ ഓണം നന്നായി ഇരുന്നോണം. ഗോഫർ ഫർണിച്ചർ, ഓപ്പോസിറ്റ് KSRTC ഡിപ്പോ, വെള്ളയാംകുടി, കട്ടപ്പന.